ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളുടെ പത്രമാറ്റിൻ്റെ കഥ, പത്രമാറ്റിൻ്റെ കഥയാണെന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കഥയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ അബി അനാമികയും അബിയും കൂടിയുള്ള സംഭാഷണമാണ്. അപ്പോൾ അനാമിക ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് അബിക്കറിയാം. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത്, ആരും കാണാത്ത ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്താ ബ്യൂട്ടി പാർലറിലും ഒന്ന് പോയില്ലേ? കാരണം ഇൻ്റർവ്യൂ കൊടുക്കാൻ പോവുകയാണല്ലോ, അപ്പോൾ മീഡിയയിലൊക്കെ വരുന്നതല്ലേ, അപ്പോൾ പോയില്ലേ ചോദിക്കുക. അപ്പോൾ അവൾ പറയില്ലേ, അബിയേട്ടാ ഞാൻ തന്നെയാണ് ഇന്ന് സ്വയം മേക്കപ്പ് ചെയ്തത് പറയും. ബ്യൂട്ടി പാർലറിൽ പോയാൽ കുറച്ചും കൂടെ ഒരു ഇതായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയാ അല്ല, ഇന്നിപ്പോൾ ഇങ്ങനെ മതി, കാരണം കുറച്ച് സാഡായിട്ടുള്ള ഇതല്ല ഇൻ്റർവ്യൂ അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ മോള് എല്ലാ കാര്യങ്ങളും പറയണം. അനന്തപുരിയിലെ ആ കിളവന് എങ്ങനെ പറയണം, ആ പടു കിളവന് കാറിന്ന് ഇറങ്ങാൻ പറ്റാത്ത അത്ര ഇതാക്കിയിട്ട് വേണം പറയാൻ. കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത ആളുകളുടെ മുന്നിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി വെക്കണം എന്നിങ്ങനെ പറയണം. പിന്നെ ഒരു കാരണവശാലും ഞാനാണ് ഇതിൻ്റെ പിന്നിലെന്ന് എവിടെയും പറഞ്ഞു പോവരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയില്ല, ഒരിക്കലും ഞാനത് പറയില്ല അബിയേട്ട. അവിടെ അബിയേട്ടനും അപ്പച്ചിയായിരുന്നു എനിക്ക് എല്ലാ സഹായം ചെയ്തു തന്നിരുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അബിയേട്ടൻ്റെ അപ്പച്ചിയുടെ പേര് ഞാൻ എവിടെയും പറയില്ല. പിന്നെ ശത്രുക്കളെ ഞാൻ അങ്ങനെ വെറുതെ വിടാനും ഉദ്ദേശിക്കുന്നില്ല എന്നിങ്ങനെ പറയണം. എല്ലാം ഇന്നത്തോടു കൂടി അതൊക്കെ പിന്നെ പൊളിച്ചടക്കും ഞാൻ. ആ ആദർശധീരുണ്ടല്ലോ, അയാളെയാണ് ഞാനിന്ന് ടാർഗറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടാളും കൂടെ ഡീൽ ഉറപ്പിച്ചിട്ട് അങ്ങനെ അവൾ പറയുന്നത് ഞാൻ പോവുകയാണ് അബിയേട്ട. അത് 2 എപ്പിസോഡായിട്ടാണ് ഇറക്കുന്നത്. ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ, രണ്ടാമത് പിന്നെ കൊടുക്കുകയാണെന്നൊക്കെ. ആയിക്കോട്ടെ, അതെന്താ വെച്ചാൽ ചെയ്തോളൂ എന്നറിയാം. അപ്പോൾ പറയും ഒക്കെ ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അബി വിടുകയാണ് അനാമികേനെ. അങ്ങനെ അനാമിക ഇൻ്റർവ്യൂ കൊടുക്കാൻ പോകണം. ഇൻ്റർവ്യൂവിൽ പറയുന്നത് നെല്ലും പതിരും എന്നുള്ള ഇതായിട്ടാണ് കൊടുക്കുന്നത്. നെല്ലും പതിരും, ഒരു ചാനലിൽ നെല്ലും പതിരും എന്നുള്ള സത്യവും വിദ്യയും അതിൻ്റെ ഒരു ഇതാണ്, നെല്ലും പതിരും തിരിച്ചറിയാൻ ആളുകളെക്കുറിച്ച്. അപ്പോൾ പറയുന്നുണ്ട് ഇതിൽ പൂർത്തിസ് ഗ്രൂപ്പിലെ ആദർശ് എന്ന വ്യക്തിയെക്കുറിച്ചാണ് ഇന്നലെ